ഹലോ ഹവാറി ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഫെറ്റി. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ രണ്ടാമത്തെ ലെസറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക്, ഷെയർ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ കാണുന്നത് കമൻറ്റ് ചെയ്യും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതിന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇത് രാവിലെ പറഞ്ഞാൽ ഇത്ര 5ാമത്തെ ദിവസമാണ് മൈൻക്രാഫ്റ്റിൻ്റെ. അതായത് ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ കിടക്കുന്നു. ഞാൻ ഒരുപാട് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഹോസിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു സന്തോഷം അറിയിക്കാൻ കാരണം എല്ലാത്തിനും ഒരു ഗുണം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്റ്റോറേജ് റൂമാണ്. ഇവിടെ ഒരുപാട് ഷൾക്കർ ബുക്സ് ഉണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. ബാക്കിയുള്ളതിലൊന്നും വെച്ചിട്ട് പിന്നെ ഇത് ഹണി എടുക്കാൻ വേണ്ടിയിട്ട് ഹണി നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ലഭിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാഗാണ്. നമുക്ക് നമ്മുടെ ബാഗുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു മിഷന് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി വന്നപ്പോൾ നമ്മുടെ ഒരുപാട് ബാഗ്, ലഗേജ്, ബോക്സസ് എല്ലാം ഒരു സ്ഥലത്ത് വെച്ചിരുന്നത്. ആ സ്ഥലം എനിക്ക് ഓർമ്മ വന്നു. ദേ അവിടെ കാണുന്നതാണ്. ദേ ആ ഒരു സ്ഥലമാണ്. ഇതേ ഞാനിപ്പോൾ നിൽക്കൊണ്ട് ഈ സർക്കിൾ കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെയായിരുന്നു ഞാൻ എൻ്റെ ബാഗ് കാര്യങ്ങളൊക്കെ വെച്ച്. അവിടെ ചെറിയൊരു ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. പിന്നെ ആൾ പറഞ്ഞത് ഹെലികോപ്റ്റർ ഇവിടെയായിട്ട് ലാൻഡ് ചെയ്യാൻ, ഇതൊരു നല്ലൊരു പ്ലേസാണെന്ന്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ബേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. ഞാനിത് പുറത്തോട്ട് പോയി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോട്ട് വന്ന ഓടി. ഇതാണ് ഞാൻ പറഞ്ഞ ബേസ്മെൻറ്റ്. ഇതിനകത്തോട്ട് എങ്ങനെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കണ്ടോളൂ, ഇപ്പോൾ എത്തും. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ്മെൻറ്റ്. നമ്മൾ നമ്മുടെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു ആർമർ സ്റ്റാൻഡ് നമ്മുടെ ആർമർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും നമ്മുടെ എന്ത് മിഷന് പോകണമെങ്കിലും ഈ ഒരു ആർമർ ഇട്ടിട്ടായിരിക്കും ഇനിയെല്ലാം ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ 2 മെയിൻ ബാഗ്സ്. ബാക്കിയുള്ള ബാഗ് ഞാൻ നേരത്തെ കാണിച്ച ഒരു നമ്മുടെ സ്റ്റോറേജ് ഏരിയയിൽ ഒരുപാട് ഷെൽക്കർ ബാഗ്സ് ഉണ്ടല്ലോ. ഈ ഒരു ബാഗിൽ ഇതേ നമ്മൾ പണ്ട് ഉപയോഗിച്ച ഡിസ്ക്, ബക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ചൂണ്ട, പിന്നെ ഒരു കുന്തം, പിന്നെ അതുപോലെ തന്നെ ഇതേ സ്പൈ ഗ്ലാസ്, ബ്രെഡ്സ്, കുക്കീസ്, ബുക്ക്. ഇതേതാണ് ബുക്ക്. ഓക്കെ, എൻചാൻഡ് ഫയർ. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇതിലും. അതുപോലെ തന്നെ ഒരുപാട് ബ്ലോക്സ് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ബ്ലോക്ക് ഒരുപാട് എൻ്റെ, അതായത് ഈ എക്സാമിന് വരുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റോറീസ് കാണിക്കല്ലോ. ആ സ്റ്റോറിയിലെ നമ്മുടെ യഥാർത്ഥ വീട്, നമ്മളെവിടെയാണ് അവിടുത്തെ വീട്ടിന് ചുറ്റിലും ഒരുപാട് മൈൻ ചെയ്തിട്ടാണ് ഈ ബ്ലോക്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബോൺ ബ്ലോക്സ്. പിന്നെന്ത്, ഒരുപാട് നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് കൃഷിയെല്ലാം ചെയ്ത് ഹെവിയൽ ബ്ലോക്സ് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ, പൊട്ടാറ്റോ ഇങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെയും നമ്മൾ കുറച്ച് ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഐറ്റംസ്. ഈ ചെറിയ എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിൽ, ഉപ്പാൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് പോവല്ലോ. അതുപോലെ ഞാനും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് ഒരുപാട് ചെറികൾ. അവർ കൃഷി ചെയ്യുന്നതാണ്. ഹണി ഇത് ഇപ്പോൾ കിട്ടിയ കുറച്ച് ഇവിടെ കൊടുന്ന് വെച്ചതേന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ബൂട്ട്സാണുള്ളത്, മേലെ നമ്മുടെ ഡ്രസ്സസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബേസ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഇതിലുള്ള നീക്കങ്ങൾ നമ്മുടെ AI അറിയാത്തതായിരിക്കും. AI എപ്പോഴാണ് വർക്കാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ AI. ഒരു ചിക്കനൊക്കെ പിടിച്ച് കണ്ട് തിന്നുന്നുണ്ടോ. അപ്പം നമ്മളിത് ഈ ഒരു സ്പൈ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരത്തോട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാനിപ്പോൾ ഈ ഒരു സ്പൈ ഗ്ലാസ് എടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ ഹണി ബ്ലോക്ക് എവിടെ നിന്നാണ് എടുത്തത്, ഹണി എങ്ങനെ കിട്ടി, അതെല്ലാം ചോദിച്ചാൽ ഈ ഗ്ലാസ് കണ്ടോ, ഗ്ലാസ് ബോട്ടിൽ ഇതെവിടെ നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ്. ഒരുപാട് ഗ്ലാസ്സസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹണി എവിടെ നിന്നാന്ന് ചോദിച്ചാൽ നമ്മൾ
ഇപ്പോഴാണെങ്കിൽ മരം വെട്ടാൻ പോകാറ് എങ്ങോട്ടാണ്? നമ്മുടെ ഫോറസ്റ്റിൻ്റെ നേരെ, അതായത് നമ്മുടെ ഹെലികോപ്റ്റർ ഇതാണെങ്കിൽ അതിൻ്റെ നേരെ ആ കാണുന്ന ഫോറസ്റ്റിലോട്ടായിരിക്കും നമ്മൾ മരം വെട്ടാൻ പോകുന്നത്. ഈ ഒരു ഫോറസ്റ്റ് ഈ കാണുന്ന ഫോറസ്റ്റ് നമ്മൾ അങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടില്ല. ഈ ഒരു ഫോറസ്റ്റ് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരുപാട് ഹണി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. കണ്ടോ ഒറ്റയ്ക്ക് കണ്ടോ, ഒരുപാട് ഹണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുണ്ട്, ഫുള്ള് ഹണിയാണ്. കണ്ടോ ലീവ്സിൻ്റെ മേലൊക്കെയാണ് ഹണി കൊണ്ട്. അങ്ങനെ നമ്മളിത് അവിടുന്ന് കുറച്ച് ഹണി ബ്ലോക്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ട് അതിൻ്റെ അടി ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അതിനടിയിൽ മൈനിങ്ങിന് പോയി ഡീപ്പ് സ്ലേറ്റ് കൊണ്ടുവന്ന് അതിനെ ഡീപ്പ് സ്ലേറ്റ് ടൈൽസാക്കി. എന്നിട്ട് ഇവിടെ വെച്ച് പിന്നെ 2 വലിയ ചെസ്റ്റ് ഉണ്ടാക്കി, അതിൽ ഷിയേഴ്സ് ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹണി ബീസാണ് ഇതെല്ലാം കാണുന്നത്. ഇവിടെ ഒരുപാട് ഹണി ബീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരുപാട് മഷ്റൂംസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 2 സ്റ്റാക്കോളം മഷ്റൂംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഈ ഒരു മഷ്റൂം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇത് കുറച്ചെടുക്കാം. സ്റ്റ്യൂ ഉണ്ടാക്കാൻ ഈ ഒരു മഷ്റൂംസാണ് ആവശ്യം. ഈ ഒരു മഷ്റൂംസ് നമുക്ക് ഒരുപാട് വേണം. ഓക്കെ, ഇതേ എടുക്കുന്ന ഇവിടെ ഒന്ന് അവന് വേണ്ടി 8 ആയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഹണിക്കിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഏകദേശം സ്റ്റാക്ക് കണക്കിന് ഹണി നമുക്ക് കിട്ടിത്തുടങ്ങി. ഇനി നമുക്ക് ഹണി കൊണ്ട് എന്ത് ഡെക്കറേറ്റിംഗ് ബ്ലോക്സ് ആണെങ്കിലും അത് നോക്കണം. ഇത് സ്റ്റിക്ക് കിട്ടുമോ? ഓക്കെ, 2 സ്റ്റിക്ക് നമുക്ക് കിട്ടി. ഈ ഒരു മഷ്റൂം നമ്മൾ കഴിക്കാൻ സ്റ്റാക്ക് കണക്കിനുണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റാക്കിനല്ല, അതിന് മുകളിലായിട്ടുണ്ടാവും. നമുക്ക് ഇന്നലെയും ഈ ഒരു മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കി വെച്ചെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ ഈ ഒരു സംഭവം ഈ ഒരു ഷെഡ് പോലത്തെ അടിപൊളിയാട്ടോ, നല്ല അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പുക പോകുന്നുണ്ടായിരുന്നു, ഇതുവരെ പുക പോകുന്നുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. നമുക്കൊരു ബോട്ട് അത്യാവശ്യമായിട്ട് ഉണ്ടാക്കണം. ഞാൻ ഒരുപാട് നേരം വിചാരിക്കുന്ന ഒരു ബോട്ട് ഉണ്ടാക്കി ഒരുപാട് യൂസ്ഫുൾ ആണെന്ന്. അപ്പം നമുക്ക് നേരെ പോയൊരു ബോട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, പുക പോകുന്നുണ്ട്, നമ്മൾ ദൂരത്തുനിന്ന് കാണാത്തുന്നുണ്ട്. പിന്നെ എൻ്റെ ഹോസ് ഇതെവിടെ കിടപ്പുണ്ട്. അവിടെ ഒരു ട്രേഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? ഓക്കെ, ഇതേ കിടക്കും. നമുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് എന്താ വാങ്ങാൻ കഴിയുമെന്ന് നോക്കാം. അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവൻ്റെ അടുത്തോട്ട്. നമുക്ക് ബോൺ മീൽ കിട്ടും, ഗൺ പൗഡർ കിട്ടും, സീഡ്സ് നമുക്ക് കുറച്ച് വാങ്ങി വെക്കാം. എന്തിനാണ് കിടന്നത്? ഇതെന്ത് സാധനം? ഹോൺ കോറൽ ബ്ലോക്ക്. നമ്മളെ കയ്യിൽ എമറാൾഡ് 45 ഉണ്ട്. നമുക്ക് ഇവനായിട്ട് ഒരുപാട് ട്രേഡ് ചെയ്യും. ഈ ഒരു സംഭവമൊക്കെ കുറച്ച് വാങ്ങിക്കാം. അതിൽ നിന്ന് സീഡ്സ് കുറച്ച് വാങ്ങിച്ചേക്കാം. അത് കഴിഞ്ഞ് സാപ്ലിങ്സും കുറച്ച് വാങ്ങാം. നമ്മളെ കയ്യിൽ എമറാൾഡ് തീർന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, തീർന്നു. അപ്പോൾ നമുക്ക് 2 പായൽ പോലത്തെ എന്തോ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് കൊണ്ട് ഈ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തേക്കാം. ഇതും ചിലപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നിവിടെ ഇതിൻ്റെ മേലോട്ട് നമുക്ക് ചാടി, എന്നെ കൊണ്ടൊന്നും ചാടാൻ സാധിക്കില്ലേ. ഇതെന്താ സാധനം? കോറൽ ബ്ലോക്സ്. എനിക്കെന്താണ് മനസ്സിലായില്ല. നിങ്ങൾക്കെന്താ അറിയെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യണം. എന്താടാ ഇതൊന്ന് കൂടട്ടെ. ഇനി നമുക്ക് പോയൊരു ഷിപ്പ് ഉണ്ടാക്കി വരാം. ഐ മീൻ ബോട്ട്. ഞാൻ ഇന്നാളെ ഒരുപാട് എവിടെടാ നമുക്ക് വേണ്ട ഐറ്റം എവിടെ പോയി? കുറച്ച് ഇതുണ്ടാക്കാം.
ഇനി ഒരു ശവലുണ്ടാക്കിയ ബോട്ട് വരാനുള്ളതാണ്. ഇതെടുക്കുന്ന ബോട്ട്. ഓക്കെ, നമുക്ക് അത്രയും സാധനങ്ങൾ മതി. ഇനി ബാക്കി 36 ബോൺമീൽ ഏറ്റിത്. ഓക്കെ, ഇനി മറ്റേത് ഇതിൻ്റെ ഷെൽക്കർ നിറഞ്ഞു. നമുക്ക് നമ്മുടെ മറ്റേതിലോട്ട് ചേഞ്ച് ചെയ്യാം. സീഡ്സ് കിട്ടി, സാപ്ലിങ്സ് കിട്ടി. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ ബോട്ട് എടുത്തുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. കൂടെ ഓക്കെ, എന്നോട് പ്രൊഫസർ എന്താന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് MJ പറഞ്ഞ ഒരു പ്രൊഫസർ നമ്മളെ ലാനിൽ വന്നിട്ട് വിളിക്കാൻ നോക്കി. അതെന്താണെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി സീനാണ്. അതായത് ഞാൻ വിചാരിച്ച പോലെ തന്നെ ബേസിലൊരു അറ്റാക്ക് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബേസിൽ അറ്റാക്ക് നടന്നത് മാത്രമല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ബേസിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതായിട്ടില്ലെന്നാണ് തോന്നുന്നത്. ബേസിൽ ഒരുപാട് അറ്റാക്ക് നടന്നു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ബേസിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു അറ്റാക്കിൽ മോഷണം പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രൊഫസറിന് സംശയമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താ കുട്ടിയാമ്മയാണ് ഫ്രണ്ട്സ്. എൻ്റെ അമ്മോ, ഇതൊക്കെ എത്ര ചെറുതാണിത്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം സീനാണ്. അതായത് ബേസിൽ അറ്റാക്ക് നടന്നെന്ന് മാത്രമല്ല, ബേസിലെ ഫ്യൂച്ചർ അപ്ഡേഷൻ ബ്ലൂ പ്രിൻസ് അടക്കം മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ പ്രൊഫസറിന് സംശയം പ്രൊഫസറിൻ്റെ ലാബിലുള്ളൊരു പ്രൊഫസറിനെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തായാലും മിക്കവാറും ഈ ഒരു AI, അതായത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു AI മിക്കവാറും എന്തെങ്കിലും തകരാറുണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളോട് നമ്മുടെ പ്രൊഫസർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, എത്രയും വേഗം ഈ ഒരു AIയെ തീർക്കണം എന്നാണ്. അതിനുള്ള മാർഗവും പറഞ്ഞു. അതിനുള്ള മാർഗവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോ എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു AIയുടെ മേത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു AI ടെലപ്പോർട്ടായിട്ട് നമ്മളെ വിളിച്ച ആ ഒരു പ്രൊഫസറിൻ്റെ അടുത്തോട്ടായിരിക്കും പോവുക. അങ്ങനെ ആ ഒരു പ്രൊഫസറിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ പ്രൊഫസർ നമ്മളെ ലാൻഡിലോട്ട് വന്ന് ഒരു സിഗ്നൽ തരും. അങ്ങനെ പ്രൊഫസർ ആ ഒരു AIനെ റീക്രിയേറ്റ് ചെയ്യും. അതായത് ഈ ഒരു AIൻ്റെ ഉള്ളിലുള്ള സിമ്മിനെ റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ അടുത്തോട്ട് തന്നെ തിരിച്ചയക്കും. അങ്ങനെ ഈ ഒരു AIയുടെ സഹായത്തോടെ ബ്ലൂ പ്രിൻ്റ് കണ്ടുപിടിക്കുകയും നമ്മൾ തിരിച്ച് നമ്മുടെ ബേസിലോട്ട് ഹെലികോപ്റ്റർ വഴി പോവുകയും പിന്നെ ബേസിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബ്ലൂ പ്രിൻ്റ് സമ്മാനിക്കുകയും നമ്മുടെ ആ ഒരു എക്സാമിൽ പാസ്സാകുകയും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മിക്കവാറും പ്രൊഫസർ പറഞ്ഞത്, അഥവാ അങ്ങനെ ആരുടെയും കണ്ണിപ്പെട്ട നീ പിന്നെ പഴയ പോലെ സർവേ ചെയ്യേണ്ടി വരും. എന്നെ പിന്നെ കണ്ടോളണമെന്നില്ല, അല്ലെങ്കിൽ ലാനിൽ വന്നോളണമെന്നില്ല. അതായത് ഡെഡ് ആവാൻ പോലുമുള്ള ചാൻസ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രൊഫസർ പറഞ്ഞ പോലെ വെച്ച് നോക്കാം. എൻ്റെ കൂടെ പീസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെലിപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ആ ഒരു അയൺ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അയണല്ല, എന്താണ് അതിൻ്റെ പേര്, ബൂട്ട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം നമുക്ക് മനസ്സിലായി. നമുക്ക് അവൻ്റെ ഐറ്റംസ് എല്ലാം കിട്ടും. പക്ഷെ നേരെ അവൻ ഡെഡ് ആവാതെ ടെലിപ്പോർട്ടായി അങ്ങോട്ട് പോകും. ഓക്കെ, കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. ഓക്കെ, ഒരു ട്രേഡർ വേറെ എന്തെങ്കിലും ന്യൂ ഐറ്റംസ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വുഡെല്ലാം എടുത്തിട്ട് ഞാൻ എന്തിനാന്ന് വന്നു വെച്ച് കഴിഞ്ഞാൽ, യെസ്, പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ പാലം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ പാലമില്ലാതെ നമുക്കിനി പകുതി മുക്കാലോളം
ഐറ്റംസ് എടുക്കാനും അതുപോലെ തന്നെ എടുക്കാൻ പോവാനും വളരെ ടഫാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ ഒരു പാലത്തിൻ്റെ ജോലി കൂടി തീർക്കാൻ പോകും. ഓക്കെ, ഒരു പാലത്തിൻ്റെ ജോലി നമ്മൾ എന്തായാലും തീർത്തിരിക്കും ഫ്രണ്ട്സ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു പാലം ഇനി ഒരുപാട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കും. നമുക്കിതിൽ ഒരുപാട് ഡെക്കറേഷൻസ് എല്ലാം കൊണ്ടുവരാൻ കഴിയും. ആ ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ തന്നെ ഒരു പാലം നമ്മൾ ഫിനിഷ് ചെയ്യുകയും ചെയ്യും. നമുക്കെന്തായാലും ഫിനിഷ് ചെയ്യാതിരിക്കാൻ പറ്റൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വുഡിൻ്റെ ആവശ്യങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ബ്രിഡ്ജ് എടുക്കാൻ വേണ്ടി ബോട്ട് ഉണ്ടാക്കാതെ ഞാൻ ഈ ബ്രിഡ്ജ് വുഡ് എടുക്കാൻ പോയിരുന്നത്. ബോട്ടില്ലാതെ വെള്ളത്തിൽ നീന്തി ചാടിയൊക്കെ പോയിരുന്നത്. എന്നെ ഒരുപാട് വട്ടം സോംബി കില്ല് ചെയ്തു. അതൊന്നും ഞാൻ വിഷയക്കാതെ, എൻ്റെ ഒരുപാട് റീസസ് അവിടെ വെച്ച് കളഞ്ഞു പോയി. അതൊന്നും ഞാൻ വിഷയക്കാതെ വീണ്ടും ഞാൻ എൻ്റെ പണിയിലോട്ട് ഞാൻ ഫോക്കസ് ചെയ്തു. ഓക്കെ, വുഡ് ഏകദേശം തീരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് വുഡ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വരാം. ഈ ഒരു സ്റ്റാക്ക് ഫുള്ള് നമുക്ക് വുഡ്. ഒക്കെ കണ്ടോ, ഇപ്പോൾ പോകുന്ന സ്പീഡ് കണ്ടില്ലേ? അതാണ് ഫ്രണ്ട്സ് പുതിയ പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കുന്നതാണ്. പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ ഐറ്റംസും അല്ലെങ്കിൽ നമ്മുടെ പവറും ലെവലും എല്ലാം കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കിത് ഫുള്ള് വുഡാക്കാം. എത്ര സ്റ്റാക്ക് കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, 2 സ്റ്റാക്കായി. 3ാമത്തെ സ്റ്റാക്കാണിത്. എത്ര മതി? എന്നാലും ബാക്കി എത്ര ഉണ്ടാവും? 23 വുഡ് ഉണ്ടാവും. 26 വുഡ് ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാക്ക് വുഡ് കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും ഈ ഒരു മൈൻക്രാഫ്റ്റിൽ വുഡാണ് മെയിൻ എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു സാൻഡ് ഇവിടെ കിടന്നിട്ടുണ്ട്. ബോറിങ് എനിക്ക് തോന്നുന്നു. ഇതിന് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു പാലുണ്ടായപ്പോൾ വളരെ കൂളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. ഓക്കെ, നമുക്ക് ഇവിടെ എല്ലാം ഫില്ല് ചെയ്യണം. ഈ ഒരു പാലം അവിടെ എൻഡ് ചെയ്യിപ്പിക്കണം. എങ്കിലേ നമുക്ക് ഈ ഒരു ഫോറസ്റ്റിലോട്ട്. ഓക്കെ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും ഇങ്ങനെ ചെയ്യണം. പൊളിഞ്ഞുണ്ടോ ഫ്രണ്ട്സ് നിങ്ങൾ? അതൊന്നും നമുക്ക് വിഷയമല്ല. തീർന്നു. ഓക്കെ, നമുക്ക് എൻഡ് ചെയ്യാം. എന്നല്ല എൻ്റെ ആയിക്കോളും. ഓക്കെ, നമ്മൾ അറിയാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓക്കെ, നമ്മളിത് ഈ പാലം ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ വരുത്തിക്കാണ്. ഈ ഒരു മരത്തിന് ക്ലീൻ ചെയ്തെടുക്കാം. എനിക്ക് സാപ്ലിങ് കിട്ടി. ഈ മരം നോക്കി മരം മാത്രമൊക്കെ ലീഫ് ഉണ്ടാക്കി ഇത് പാലത്തിന് ഒരു ബ്യൂട്ടി കുറക്കുന്നുണ്ട്. പാലത്തിൻ്റെ ബ്യൂട്ടി. ഒക്കെ ഇത്ര മതി. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇവിടെ ഒരു സാധനം എന്തായാലും നമ്മളിവിടുത്തെ സ്റ്റാക്ക് കണക്കിന് വുഡെല്ലാം വെട്ടിയതല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു വുഡ് അവിടെ വരാം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് നല്ല സുഖത്തിൽ പോകും. ഓക്കെ, വുഡ് ഇനിയും ബാക്കിയാണ്. നമുക്ക് അവിടെ നിന്ന് ഒന്നും കൂടി കണക്ട് ചെയ്താലോ? അതായത് അങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാം. നമുക്ക് എത്ര ലോങ് ഇടാം? എത്ര ലോങ്? ഓക്കെ, നമുക്ക് ഒരുപാട് ലൊക്കേഷനോട്ട് ഈ ഒരു പാലം കൊണ്ട് തന്നെ പോകാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ വന്നാൽ അങ്ങോട്ട് പോവുക. അതുപോലെ തന്നെ ഹണിയുടെ ഫോറസ്റ്റ് അവിടെയാണ്. അങ്ങോട്ട് ഒരു പാലം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വുഡ് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതിവിടെ വെച്ച് നിർത്തും. ഓക്കെ, തികയായിരിക്കില്ല. കറക്റ്റ് ഫ്രണ്ട്സ്, കറക്റ്റ്.
ഓക്കെ, ഇപ്പോൾ വളരെ സുഖമുണ്ട് പോകാനായിട്ട്. നമുക്ക് ചാടി ഓടി പോകാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഈ ഒരു കാണുന്ന ഈ സംഭവം നമ്മൾ അവിടെ എല്ലാം ഫിക്സ് ചെയ്ത് ഈ ഒരു പാലത്തെ മോഡിഫിക്കേറ്റ് ചെയ്തെടുക്കും. ഇപ്പം നമുക്ക് ചെറിയൊരു പാത്ത് പോലെ മാറ്റി താൽക്കാലികമായിട്ട് ഒരു പാത്ത്. അതെ, അങ്ങോട്ട് പോകാൻ നമുക്ക് നമ്മുടെ ഈ തോണി തന്നെ മതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ശ്വാസം വലിക്കണം. നമുക്ക് നീന്താനെല്ലാം അറിയാം കേട്ടോ. നമ്മൾ പിന്നെ പുലിയല്ലേ, അത് നമുക്ക് ലാസ്റ്റ് വിളിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് ലാസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മളിത് ഇങ്ങോട്ടുള്ള പാത്തും ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങോട്ടും 8 വുഡ് ബാക്കിയാണ്. നമുക്കത് എന്ത് ചെയ്യാം? നമുക്കത് നമ്മുടെ ഈ ഒരു ചെസ്റ്റ് കൊണ്ടുവയ്ക്കാം. ഇതെന്താണ് ഇവന് ഭയങ്കര വിശപ്പിലാണ് ഇവന്. വിശപ്പെന്ന് പറഞ്ഞാൽ കൊടൂര അടാര വിശപ്പ്. എനിക്ക് ഈ ഹണി ബോട്ടിലെടുത്ത് കുടിക്കാൻ പറ്റുമോ? ഹണി കുടിക്കാൻ പറ്റുന്നതാണ്. ഹണി വളരെ ഉപകാരമുള്ളൊരു ഐറ്റം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ന്യൂ വേർഷനുള്ള ഒരു മിസ്റ്റേക്കല്ല, ഒരു ബഗ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ ബാക്ക് അടിച്ച് എന്തിനും കൂടി ചെയ്യുന്നില്ല, എൻ്റെ പ്ലെയറിനെ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ പ്ലെയർ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗ്യാങ് ആണിത്. വയലറ്റ് ഗ്യാങ് ആണ് ഇവർ. ഓക്കെ, ഇവൻ്റെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതാണ് നമ്മുടെ ഹീറോ ബ്രെയിൻ്റെ ഐ പോലെ ഉണ്ടെന്ന്. ഇത് പിന്നെ റൊണാൾഡീനിയോ, കറക്റ്റ് റൊണാൾഡീനിയോ. ഇത് ഒരു ഡ്രസ് കോഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരേ ഡ്രസ് കോഡാണ്. അവിടെ ഒരു ഗ്രീൻ മുടിയനും ഇവളും എല്ലാവരും വയലറ്റ് കോട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാവരും വയലറ്റ് കോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ കളിക്കുന്നത് ഇവൻ വെച്ചിട്ടാണ്. ഇതാണ് നമ്മളാൾ, നമ്മൾ. അപ്പോൾ നമ്മളിത് നമ്മുടെ വേൾഡിലോട്ട് തിരിച്ചു വരുന്നിരിക്കുകയാണ്. ഓക്കെ, വേഗം അവിടെ എൻ്റെ പൊന്നെ. ഓക്കെ, ജനറേറ്റിംഗ് വേൾഡ് ബിൽഡിംഗ് ടെറൈൻ എന്താണ്? ഒരുപാട് കാലമായി മൈൻക്രാഫ്റ്റ് കളിക്കുന്നതിന് എനിക്ക് ടെറൈൻ എന്താണെന്ന് ലോഡിങ് റിസോഴ്സസ്. ഓക്കെ, അത് പല ഗെയിമിലും ഞാൻ കണ്ടിട്ടുണ്ട്. ലോഡിങ് റിസോഴ്സസ്, ലെറ്റ് സ്റ്റാർട്ട്, ഇങ്ങനെ പലത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹണി നമ്മൾ കുടിച്ചില്ല. ഓക്കെ, നമ്മൾ കുടിക്കുകയാണ്. എൻ്റെ മോനെ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര സ്വീറ്റി ഹണി. 3 ബോട്ടിൽ നമ്മൾ അടിച്ച് കുടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തേക്ക് ഹണി ആയിട്ടില്ലെന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഹണി റെഡി ആയിട്ടില്ല, ഒരുപാട് ആവാനുണ്ട്. ഒന്ന് വേഗാവോ? അത് പൊട്ടിച്ച് എനിക്ക് നീ ഇങ്ങ് പോരും. നിന്നെ ഞാൻ കാണിച്ചരാടാ. ഇതെന്താ പൊട്ടുന്നില്ല? നമ്മുടെ കൈ കൊണ്ട് കഷ്ടപ്പെട്ട്. ഇതെന്താ ചാർക്കോൾ മാത്രം കിട്ടിയത് നമുക്ക്? സാരമില്ല, നമുക്ക് നമ്മുടെ സ്റ്റോറേജ് സ്പേസിൽ കൊണ്ടുവയ്ക്കാം. ഞാൻ ചെയ്തിരിക്കുന്നത് എൻചാൻമെൻറ്റ്, അതിൻ്റെ അടിയിൽ ക്രാഫ്റ്റ്. അപ്പോൾ നമ്മുടെ ബാഗ് വേറെ സൈഡിൽ, മറ്റ് ഐറ്റംസ് വേറെ സൈഡിൽ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്താ ഇന്ന് രാത്രി ഇല്ലേ? രാത്രി ഇല്ലാത്ത കാലാവസ്ഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സ്? രാത്രിയാവുന്നില്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ. ബേസിൽ അറ്റാക്ക് നടന്നതിന് ശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞാൻ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സീരീസ് മിക്കവാറും പല ഡേഞ്ചറിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും AI പോയല്ലോ, നമുക്കൊന്ന് ഓടിക്കാൻ നോക്കിയാലോ? വേണ്ട, എൻ്റെ അമ്മ. ഓക്കെ, നമ്മുടെ ഇവിടെയും നമുക്ക് ബെഡുണ്ട്, ബേസിൽ നമുക്ക് ബെഡുണ്ട്. എനിക്ക് ഈ ഒരു ബേസിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതൊരു ലിഫ്റ്റ് പോലെയാണ് ക്രിയേറ്റ് ചെയ്തത്.
ഇതിന് വളരെ കുറഞ്ഞ ബാമ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാമ്പൂസും പിന്നെ വേറെ തോന്നുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ ബാഗുണ്ട്, 2 ബാഗ്. ഓക്കെ, ഈ ബാഗ് നമുക്ക് കൂടെ കൊണ്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഐറ്റംസ്. ഇതിൽ പിക്കാക്സ് ആണ് എനിക്ക് വേണ്ടത്. പിക്കാക്സ് ഉണ്ടായാലേ നമ്മുടെ ബാഗ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പിക്കാക്സ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ പിക്കാക്സ് എടുത്തുകൊണ്ട് നേരെ പോവാണ് നമ്മുടെ ബേസിലോട്ട്. ഇവിടെ നമുക്ക് പോയി നമ്മുടെ ബാഗ് നമ്മുടെ കയ്യിലോട്ട് എടുക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബാഗ്, സെക്കൻഡ് ബാഗ്. ഇനി നമുക്ക് മേലോട്ട് ഇതൊരു ലിഫ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, നേരെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത് അടക്കുന്നത്? എങ്കിലും ഒരു ഹൈഡിങ് ഇതാവണ്ടല്ലോ, നമുക്ക് വെച്ചെടുക്കാം. ഏതായാലും അവനില്ല, ഇനി ഫുള്ള് നമുക്ക് തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റംസ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് മാറ്റി നിറയ്ക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നിറക്കാം. പിക്കാസ് വേണം. ഒരു ഉപയോഗിച്ച ഒരു ആക്സ് ഉണ്ടായിരുന്നില്ല ഇവിടെ, അത് ഈ ഒരു ബാഗിലായിരിക്കും. ഓക്കെ, ഉപയോഗിച്ചത് ഇത് നമ്മുടെ ആരോ, അതുപോലെ തന്നെ ഐറ്റംസ്. അയൺസ് കൂടി ഞാൻ പുറത്ത് കളഞ്ഞ് കിട്ടി. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇനി നമുക്ക് നമ്മുടെ ഷെൽക്കറിൽ കൊണ്ടുപോയി നിറയ്ക്കണം. നമ്മുടെ ബ്ലാക്ക് ഷെൽക്കറിൽ എന്തെല്ലാം വേണം? എനിക്ക് ഫുഡ് ഐറ്റംസ് എല്ലാം ഒരു ഷെൽക്കറിലോട്ട് മാറ്റിയാലോ? അങ്ങനെ ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി ഇതായിരിക്കും. ഇതിൽ ഫുള്ള് മറ്റേ വെപ്പൺസ് എല്ലാം നിറയ്ക്കാം. നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്ക് വെപ്പൺസ് വേണം. ഓക്കെ, ഇപ്പോൾ റെഡിയാണ്. നമുക്ക് ആവശ്യമുള്ള വെപ്പൺസ് തന്നെയാണ് നമ്മൾ നിറച്ചിരിക്കുന്നത്. ഇതിലും കുറച്ചൊക്കെ വെപ്പൺസ് ഉണ്ട്, അത് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഓക്കെ, കേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഐറ്റംസ് ഒരുപാട് നമുക്കുണ്ട്. ബ്രെഡ്, കുക്ക്ഡ് പൊട്ടാറ്റോ, വീണ്ടും എംറ്റി സ്പ്ലേസ് കഴിഞ്ഞു. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ കുറവുള്ളത് ഞാൻ എടുക്കും. ബീട്രൂട്ട്, ആപ്പിള്, പിന്നെ മെലണ്, അതുപോലെ തന്നെ ഇനി നമുക്ക് മൾട്ടി ആയതെടുക്കാം. അതായത് ഒരുപാടാണുള്ളത്, നമുക്കെടുക്കാം. ബ്രെഡ് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സൂപ്പ് 2 മാത്രം. സ്പേസസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പൊട്ടാറ്റോയും കുക്ക്ഡ് പൊട്ടാറ്റോയും വെക്കും. കുക്കീസ് വീണ്ടും ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇത് നമുക്ക് കഴിക്കാൻ, ഇത്ര ഐറ്റംസ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഷെൽക്കറിൽ പോയിട്ട് വെപ്പൺസിൽ കൊണ്ടുപോയി നിറയ്ക്കാം നമുക്ക്. ഓക്കെ, ഇതിലും കുറച്ച് സ്പേസസ് ബാക്കിയുണ്ട്. ഓക്കെ, 2 സൂപ്പ് മാത്രം. അതിപ്പോൾ തന്നെ ഞാനങ്ങ് മൾട്ടാൻ കഴിയില്ലല്ലോ. ഓക്കെ, നമ്മുടെ വെപ്പണ് ബ്ലാക്കും, ഫുഡ് ഏതാണ് നമ്മുടെ ബ്രൗണും. ഓക്കെ, അങ്ങനെ അത് 2 നമ്മൾ എടുത്തിട്ട് ഇനി എന്തെങ്കിലും ഐറ്റംസ്. എടാ ഞാൻ എന്ത് ചെയ്യാനാ ഈ ബഗ്ഗിന്? ഇവന്മാർ നമ്മളെ ഒലിപ്പിച്ച് ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കുന്നു. നമ്മൾ മൈൻക്രാഫ്റ്റിനെ വേദനിപ്പിക്കുന്നില്ലല്ലോ, എന്തിനാടാ ഈ ദ്രോഹം? ബിൽഡിംഗ് ടെറൈൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എന്താണ് എൻ്റെ പിക്കാക്സ്. നീങ്ങുക, നിങ്ങൾ 2 പേരും ഇങ്ങുക. ഇപ്പം നമുക്ക് എത്ര
എത്ര സാധനങ്ങൾ എടുക്കുന്നതാ കുറഞ്ഞത്? ഷെൽക്കർ ബോക്സിൽ എത്ര ഉണ്ടാവും? 1 2 3 4 5 6 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 27 സ്പേസ് നമ്മൾ 2 കൊണ്ട് നിറച്ചിരിക്കും. അതായത് അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാഗ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ബാഗായി അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ 2 സൂപ്പ് എടുത്തിട്ട് നേരെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ട്രേഡർ, ഇൻ്റെ കുതിരനെ വിട്ടുള്ള പണി ഇനി നമ്മുടെ ട്രേഡറെ അതിൻ്റെ തിരക്കാം. ട്രേഡറെ ഇൻ്റെ കുതിരൻ, അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നേ. നമ്മുടെ കുതിരനെ ഞാൻ റൈഡ് ചെയ്ത് കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുതിരനെ റൈഡ് ചെയ്തില്ല. എങ്ങനെയുണ്ട് മക്കളെ? ഇവൻ്റെ ഓട്ടം മാത്രമല്ല ചാട്ടവും. അപ്പോൾ ഇതാണ് നമ്മുടെ വോയിസ്. നമുക്ക് എന്താവശ്യത്തിനും ഇവനെടുത്ത് കുടിക്കാം. ഈ കാട്ടിലോട്ടാണ്, ഈ പാലത്തിൽ വെള്ളത്തിലോട്ട് വീണതാണ്. കണ്ട, വെള്ളത്തിലോട്ട് നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. വീഴാൻ ചാൻസ് അല്ല, വീയും. അതുകൊണ്ടാണ് ഞാനൊരു ഐഡിയ എത്തിക്കുന്നത്. അതുപോലെ അവിടെ കാണുന്ന സ്ക്രൂസ് കൊണ്ട് ചെയ്ത അതേ ഐഡിയയിൽ എല്ലായിടത്തും ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടിയും അതൊരു ബ്യൂട്ടിയാണ്, ഡെക്കറേഷനുമാണ്, മോഡിഫിക്കേഷനുമാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ഇനി നമുക്ക് ഇവനുള്ള തീറ്റ ഉണ്ടോ എന്ന് നോക്കാം. ഇറങ്ങടാ, നിന്നെ കെട്ടി ഇവിടെ ഇട്ടു. ഇനി എനിക്ക് ഒരുപാട് തീറ്റ കൊടുക്കണം. സ്റ്റോറേജ് റൂമിൽ ഒരുപാട് സ്റ്റോറേജസ് നിറയ്ക്കണം. പിന്നെ പാലത്തിൻ്റെ മോഡിഫിക്കേഷൻ, പാലത്തിൻ്റെ മോഡിഫിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൊഫസറിൻ്റെ ബ്ലൂ പ്രിൻ്റ്, അതിൻ്റെ തിരിച്ചുവരവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് 3ാമത്തെ ലെസണിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.